ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലോണം പഴുത്ത പഴമാണ്, ഒരു 800 ഗ്രാം വരും. അതുപോലെ തന്നെ 1.5 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് ഒന്നാം പാലും 2 കപ്പ് രണ്ടാം പാലും ഒരു 3-3.5 കപ്പോളം മൂന്നാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 300 ഗ്രാം ശർക്കര ഞാനിവിടെ ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കാഷ്യൂനട്ട്സ്, കുറച്ച് തേങ്ങ ചെറുതായിട്ട് നുറുക്കിയെടുത്തു, കിസ്മിസ്, ഏലയ്ക്ക, പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്. ഇത്രയാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പഴത്തിൻ്റെ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാല്, അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ മൂന്നാം പാല് ചേർത്തതിന് ശേഷം നമുക്ക് പഴത്തിൻ്റെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പഴം ഇവിടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലവണ്ണം ഇവിടെ തേങ്ങാപ്പാലും പഴവും കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കാം. അടുത്ത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 300 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 300 ഗ്രാമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ആവശ്യത്തിന് മധുരമുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ചാണ് വേണ്ടതെങ്കിൽ ഒരു 250 ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാവും. ശർക്കര ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്തേക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഞാനിത്. ശർക്കരയും പഴവും തമ്മിൽ നല്ലവണ്ണം യോജിച്ച് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത രണ്ടാം പാൽ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റിൽ ആ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു തിള വന്നിട്ട് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു നുള്ള് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ കാഷ്യൂനട്ട്സും കിസ്മിസും നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.
ഈ വരുന്ന ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.